നിങ്ങൾ എന്തുകൊണ്ടാണ് ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നത്? അത് ജീവിതവും കളിയും തമ്മിലുള്ള അടുത്ത ബന്ധം തുറന്നു കാട്ടുന്ന വിനോദമാണ്. അതുകൊണ്ടാണ്. ഫുട്ബോൾ താളപ്പോര് പോലെയല്ല. അവിടെ ആരും മരിച്ചു വീഴുന്നില്ല, ആരും കൊല്ലപ്പെടുന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ ഒരു താരമുണ്ടായിരുന്നു, ആന്ദ്രേസ് എസ്കോബാർ. 1994 ജൂലൈ 2 അന്ന് മുതലാണ് ആന്ദ്രേസ് എസ്കോബാർ നമ്മുടെ മനസ്സിൽ പൊള്ളുന്ന ഓർമ്മയായി അവശേഷിച്ചു തുടങ്ങിയത്. എസ്കോബാറിനെ കുറിച്ച് ഓർക്കാം. അതിനു മുൻപ് കൊളംബിയൻ ഫുട്ബോൾ ടീമിനെ കുറിച്ച് അറിയണം, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ കുറിച്ച് അറിയണം, ഒപ്പം 94 അമേരിക്കയിൽ നടന്ന ലോകകപ്പിനെ കുറിച്ച് അറിയണം. ലോക ഫുട്ബോളിൽ വലിയ മേൽവിലാസമില്ലാതിരുന്ന ഒരു ടീമാണ് കൊളംബിയ. പക്ഷേ ആ കൊളംബിയയെ ആരാധകർ ഹൃദയത്തിലേക്ക് പറിച്ചു നടാൻ കാരണം ചില ക്ഷുഭിത യൗവനങ്ങളായിരുന്നു. സ്വർണ്ണ തലമുടിക്കാരൻ വാൽഡ്രാമ, ഗോളടി വീരൻ ആസ്പ്രില്ല, കാവൽക്കാരനായിരുന്നിട്ടും മധ്യനിരയിലെത്തി എതിരാളികളെ വിറപ്പിച്ച ഹിഗ്വിറ്റ, ശാന്തനായ ആന്ദ്രേസ് എസ്കോബാർ. 90കളുടെ തുടക്കത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1990 കൊളംബിയ ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടറിൽ കടന്ന ആ കാലം തൊട്ട് വാതുവെപ്പുകാരും ചൂതാട്ടക്കാരും മയക്കുമരുന്ന് മാഫിയയും കൊളംബിയയിലെ ഫുട്ബോൾ മൈതാനത്ത് കണ്ണുടക്കിയിരുന്നു. 94 ലോകകപ്പിൽ കളിക്കാൻ കൊളംബിയ എത്തുമ്പോൾ സാക്ഷാൽ പെലെ പോലും പറഞ്ഞത് ഈ ടീമാകും കപ്പടിക്കുക എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കൊളംബിയയിലെ വാതുവെപ്പ് സംഘങ്ങൾ, പ്രത്യേകിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന വാതുവെപ്പ് സംഘങ്ങൾ, ചൂതാട്ട കേന്ദ്രങ്ങളിൽ കൊളംബിയൻ ദേശീയ ടീമിനായി വലിയ തോതിൽ പണമിറക്കി കളിച്ചു. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. 94 ലോകകപ്പിൽ ആദ്യ മത്സരം റുമാനിയയുമായാണ് കൊളംബിയയുടെ. അതിൽ 3-1 അപ്രതീക്ഷിതമായൊരു തോൽവി കൊളംബിയയ്ക്ക് സംഭവിച്ചു. രണ്ടാമത്തെ മത്സരം, നിർണായകമായ രണ്ടാമത്തെ മത്സരം, ആന്ദ്രേസ് എസ്കോബാറിൻ്റെ വിധി മാറ്റി എഴുതിയ മത്സരം. കളിക്കളത്തിലേക്ക് വന്നാൽ അമേരിക്കയുമായുള്ള കളിയുടെ 34-ാം മിനിറ്റ്. അമേരിക്കയുടെ മധ്യനിര താരം ജോൺ ഹാക്സിൻ്റെ ഒരു ഇടങ്കാലിനടി, അത് തടഞ്ഞിടാനായിരുന്നു ആന്ദ്രേ എസ്കോബാർ തൻ്റെ വലങ്കാൽ ഉപയോഗിച്ചത്. സാധാരണ ഇടങ്കാലൻ ഫുട്ബോളർ എന്ന വിളിപ്പേരുള്ള എസ്കോബാറിനെ സംബന്ധിച്ചിടത്തോളം വലങ്കാലിൽ അദ്ദേഹം തടഞ്ഞിട്ട പന്ത് നേരെ പോയത് സ്വന്തം ഗോൾ പോസ്റ്റിലേക്കായിരുന്നു. ഓസ്കാർ കോർഡോസ എന്ന വിഖ്യാതനായ തൻ്റെ സഹതാരം ഗോൾ കീപ്പർ നിസ്സഹായനായി നോക്കി നിൽക്കെ കൊളംബിയയുടെ വല ചലിച്ചു. 34-ാം മിനിറ്റ്. മത്സരത്തിൽ 2-1 പരാജയമാണ് അന്ന് കൊളംബിയ ഏറ്റുവാങ്ങിയത്. അമേരിക്കയാണെങ്കിൽ 50 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പിൽ ആദ്യമായി ജയം നേടിയതിൻ്റെ ആവേശത്തിലുമായിരുന്നു. പരാജയപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നതിൻ്റെ അപമാനഭാരം മാത്രമായിരുന്നില്ല കൊളംബിയൻ താരങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നത്. അവർക്ക് വലിയ ഭീഷണി നാട്ടിലെ മയക്കുമരുന്ന് മാഫിയ തന്നെയായിരുന്നു. ജൂൺ 26 അന്നായിരുന്നു അമേരിക്കയുമായുള്ള ആ മത്സരം. അതിന് കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 1-ാം തീയതി വൈകിട്ട്, ആന്ദ്രേ എസ്കോബാറും സുഹൃത്തുക്കളും മെഡലിൽ, അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ആ നാട്ടിൽ ഒരു നിശാ ക്ലബിലെത്തി. പരാജയത്തിൻ്റെ സങ്കടകഥകൾ പറഞ്ഞിരിക്കാനാകാം ഒരു പക്ഷേ ആന്ദ്രേ എസ്കോബാർ അന്ന് സുഹൃത്തുക്കളോടൊപ്പം ആ നിശാ ക്ലബിലേക്ക് ചെന്നത്. ജൂലൈ 2-ാം തീയതി പുലർച്ചെ നിശാ ക്ലബിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ആന്ദ്രേ എസ്കോബാറിനെ ലഹരി മാഫിയ സംഘം വളഞ്ഞു. സെൽഫ് ഗോളിനെ കുറിച്ച് അവർ പറഞ്ഞ് എസ്കോബാറിനെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഒരു മൈതാനത്തെന്ന പോലെ ശാന്തനായി എസ്കോബാർ അവരെ നേരിട്ടു. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. ആ കൂട്ടത്തിലൊരാൾ തോക്കെടുത്ത് ആന്ദ്രേ എസ്കോബാറിന് നേരെ തുരുതുര വെടിയുയർത്തു. 6 തവണയും എസ്കോബാറിൻ്റെ നെഞ്ചിലേക്ക് വെടിവെക്കുമ്പോൾ ഗോൾ ഗോൾ എന്ന് ആ സംഘം ഉറക്കെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. എസ്കോബാർ ഒരു പൊള്ളുന്ന ഓർമ്മയാണ്. കളിക്കളത്തിനകത്ത് മാത്രമല്ല, പുറത്തുള്ള ഫൗൾ പ്ലേക്ക് ഇനി എന്ന് റെഡ് കാർഡ് ഉയരും? എസ്കോബാറിൻ്റെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് 31 വയസ്സ്.